വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ബില്ലിനെ കേരളത്തിലെ എംപിമാർ അനുകൂലിക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കി ക്രൈസ്തവ സംഘടനകൾ. UDF എംപിമാരുടെ ഓഫീസിലേക്ക് BJP മാർച്ച്. വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കമെന്ന് ലീഗ്. മലയാള സിനിമാ മേഖലയുമായി ലഹരി ഇടപാടെന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതി. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് നൽകിയെന്ന് എക്സൈസിന് തസ്ലീന സുൽത്താനയുടെ മൊഴി. നടന്മാരുമായുള്ള ലഹരി ഇടപാടിന്റെ ഡിജിറ്റൽ തെളിവുകളും. ആശമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. നാളെ വൈകിട്ട് ആരോഗ്യമന്ത്രിയുമായി ചർച്ച. രേഖാമൂലം ഉറപ്പ് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ്. വാളയാർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവ്. കോടതി നടപടി കുറ്റപത്രം റദ്ദാക്കണമെന്ന ഹർജിയിൽ. CPM പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. പാർട്ടി അംഗങ്ങളുടെ നിലവാരം ഉയർത്തണമെന്ന് സംഘടനാ റിപ്പോർട്ട്. അസാധാരണ നടപടിയിലൂടെ UK-യിൽ നിന്നുള്ള പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കിയത് പാർട്ടിക്ക് കിട്ടിയ പരാതിക്ക് പിന്നാലെ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മുഹമ്മദ് മുഹ്സീൻ MLA. അടിച്ച് മോന്ത പൊളിക്കുമെന്ന് ഭീഷണി. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മോന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് നിനക്ക് അറിയാം ഇവിടെ നിയമസഭ. MLA-യുടെ പ്രകോപനം. വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ അപമാനിച്ചുവെന്നാരോപിച്ച്. വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ബിൽ അവതരിപ്പിച്ച് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. उसी प्रॉपर्टी को क्रिएट कर सकते हैं जो आपका हकदार है, जो आपका 100% हिस्सा है, उसी को ही आप वक़्फ क्रिएट कर सकता है. बच्चों का और महिला का अधिकार नहीं छीन सकता है. ये बहुत बड़ा रिफॉर्म है. मुसलमानों में अगर वो चाहते हैं कि महिला आगे ना बढ़े तो ये लोग इसको विरोध करेंगे, लेकिन जो थोड़ा प्रोग्रेसिव सोचने वाले, जो थोड़ा बारीकी से अगर सोचेंगे तो कितना गलत बात है कि समाज में महिलाओं को दबाने का काम करते हैं और यहाँ जोर जोर से बोलते हैं. अध्यक्ष महोदय जी, सारा मैनेजमेंट जो सरकार का जमीन या प्राइवेट का जो जमीन है, इसका कलेक्टर को इन्होंने कमेटी के माध्यम से सुझाव किया है कि हर चीज कलेक्टर को क्यों ऑथराइज किया गया है. तो कमेटी के बात को माना है कि कलेक्टर से ऊपर कोई भी अधिकारी, कलेक्टर से ऊपर जो अधिकारी है वो देखेंगे सरकारी जमीन और कोई डिस्प्यूट है वक्फ बोर्ड के साथ या किसी मुतावली के साथ डिस्प्यूट है, उसका जांच कलेक्टर के ऊपर अधिकारी करेंगे. ये कमेटी ने सुझाव दिया था और उसी को വഖഫ് ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകളാണ് ഇപ്പോൾ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചിരുന്നു. ഭേദഗതിയിന്മേൽ നിർദ്ദേശം ലഭിച്ചില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. എന്നാൽ ഇക്കാര്യം കിരൺ റിജിജു തള്ളിക്കളഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ബില്ലിലെ ഓരോ വ്യവസ്ഥകളും അതിന്റെ ഗുണങ്ങളും എടുത്തു പറയുകയാണല്ലോ ന്യൂനപക്ഷ മന്ത്രി ഇപ്പോൾ ലോക്സഭയിൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇന്ന് രാത്രിയോടെ ബിൽ ലോക്സഭ കടക്കും എന്ന കാര്യം ഉറപ്പല്ലേ? മഞ്ജുഷ, 12 മണിക്ക് ചോദ്യോത്തരവേളയ്ക്ക് ശേഷമാണ് വഖഫ് ബിൽ ലോക്സഭയിൽ വെച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ എന്തുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്ന് വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, വഖഫ് ബിൽ മതവിശ്വാസത്തിൽ, മുസ്ലിം മതവിശ്വാസത്തിൽ ഇടപെടുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. പകരം ഇത് വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ബില്ലെന്നാണ് വാദമാണ് ഇപ്പോൾ അദ്ദേഹം നിരത്തിയിരിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, വഖഫ് ഒരു സ്വകാര്യ സ്വത്താണ്. അതിന് ഒരിക്കലും പ്രതിരോധ വകുപ്പിന്റെ സ്വത്തുമായോ അല്ലെങ്കിൽ റെയിൽവേയുടെ ഭൂമിയായോ മറ്റൊന്നും താരതമ്യം ചെയ്യാൻ കഴിയില്ല.
മാത്രവുമല്ല ഈ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മോദി സർക്കാർ അത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തോടായി അദ്ദേഹം ചോദിക്കുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് ഏതാണ്ട് 123 വഖഫ് ഭൂമികൾ ഇത്തരത്തിൽ സർക്കാർ ഭൂമി വഖഫിന്റെ ഭൂമിയായി മാറി എന്ന പരാമർശം കൂടി ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങളുടെ ബഹളത്തിന് ഇടയാക്കി. കേരള ഹൈക്കോടതിയുടെ വഖഫുമായി ബന്ധപ്പെട്ട പരാമർശവും അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിക്കുന്നതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല കോൺഗ്രസ് കാലത്തെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാർലമെന്റ് ഭൂമി പോലും വഖഫിൻ്റെതായി മാറുമെന്ന പരിഹാസം പോലും ന്യൂനപക്ഷകാര്യ മന്ത്രിയുടെ ഭാഗത്തുനിന്നായി ഉണ്ടായി. എന്നാൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. അതായത് ഭേദഗതികൾ നിർദ്ദേശിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ല എന്നാണ് KC വേണുഗോപാലും NK പ്രേമചന്ദ്രനും ചൂണ്ടിക്കാണിച്ചത്. അത് സർക്കാർ തള്ളുകയാണ് ചെയ്തത്. കിരൺ റിജിജുവും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അക്കാര്യം തള്ളിക്കളഞ്ഞു. കാരണം ഓഗസ്റ്റിൽ കൊണ്ടുവന്ന ബില്ലാണ്. അത് പിന്നീട് JPCക്ക് വിടണമെന്ന ആവശ്യം പ്രതിപക്ഷമാണ് ഉന്നയിച്ചത്. അങ്ങനെ JPCക്ക് വിട്ടുകൊണ്ട് ഭേദഗതികൾ നിർദ്ദേശിച്ചാണ് ബില്ല് വന്നത്. അപ്പോൾ സമയം ലഭിച്ചില്ല എന്ന വാദം ശരിയല്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബില്ലിന്മേലുള്ള വിശദമായ ചർച്ച നടക്കും. 8 മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാത്രി വരെ ഈ ചർച്ച നീണ്ടുപോകും. 8 മണിക്കൂർ എന്നുള്ളത് ഒരുപക്ഷെ നീണ്ടുപോകാനും സാധ്യതയുണ്ട്. ഇനി മഞ്ജു ചോദിച്ച പോലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സർക്കാരിന് മുമ്പിൽ വലിയ വെല്ലുവിളികളില്ല. പ്രത്യേകിച്ച് 2 സഭകളിലും സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. JDUവും TDPക്കും മേൽ വ്യക്തിനിയമ ബോർഡിന്റെ അടക്കം സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ ഈ 2 കക്ഷികളും ഇപ്പോൾ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 293 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയും. അവർ വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. രാജ്യസഭയിലും സമാനമായ സ്ഥിതിയാണ്. 237 നിലവിലെ അംഗബലം. 122 അംഗങ്ങൾ NDAയ്ക്കുണ്ട്. അവിടെ 119 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായാൽ ബില്ല് പാസ്സാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് ഏതായാലും ലോക്സഭയിൽ ബില്ല് പാസ്സാക്കും. നാളെ രാജ്യസഭയിലും കൊണ്ടുവന്ന് ഈ സെഷനിൽ തന്നെ ബില്ല് പാസ്സാക്കുകയാണ് സർക്കാർ. രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. 8 മണിക്കൂറാണ് വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച ഉണ്ടായിരിക്കുക. രാവിലെ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ക്രമപ്രശ്നം ഉന്നയിച്ചതാണ് പ്രതിപക്ഷം. KC വേണുഗോപാലാണ് ഈ വിഷയം ഉന്നയിച്ചത്. ആവശ്യത്തിന് സമയം ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് കിട്ടിയില്ല എന്നായിരുന്നു KC വേണുഗോപാൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. When you are bringing it to the house, at least the members has to have the power to give amendments. Yesterday what happened, sir? This bill has been brought into the notice of member only afternoon, around afternoon. Then the amendment time will be ceased till 3:30. Then how can the members move amendments, sir? This is basically you are actually bulldozing the legislation, sir. This type of legislation bulldozing is not happened in this house, sir. Sir, members has to. Why that, sir? You need to give time for amendment, sir. मैं इसके हार्द को सदन के सामने रखना चाहता हूं. भारत सरकार की कैबिनेट ने इस बारे में एक बिल अप्रूव कर सदन के सामने रखा. आपके द्वारा ये बिल जॉइंट पार्लियामेंट्री कमेटी को दिया गया, जिसका विपक्ष का भी बड़ा आग्रह था. कमेटी ने इस पर सुविचारित रूप से अपना मत प्रकट किया. वो जो मत प्रकट हुआ वो मत फिर से कैबिनेट के सामने गया. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കുന്നതിനാൽ UDF MPമാരുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. ബില്ലിനെ എതിർക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ബില്ലിനെ കോൺഗ്രസ് എതിർക്കുന്നതെന്ന് ശശി തരൂരിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് K. സുരേന്ദ്രൻ പറഞ്ഞു. മുനമ്പം ജനതയ്ക്ക് മുന്നിൽ കോൺഗ്രസ് അഭിനയിച്ചതാണോ എന്ന് ഇന്നും നാളെയുമായി അറിയാമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് നിയമ ഭേദഗതി. വിശ്വാസത്തിൽ ഇടപെടുകയാണെന്നും മറ്റ് സമുദായങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നും സാദിഖ് അലി തങ്ങളും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത്. പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം
ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിൽ ബന്ധമില്ലെന്ന് SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ. വഖഫ് ബോർഡിൽ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള നീക്കം ബോർഡിന്റെ ഘടനയെ തകർക്കാനാണെന്നാണ് ആരോപണം. ക്രൈസ്തവ സമൂഹത്തിലെ ചിലർ ഇതിനെ മുനമ്പത്തോട് ചേർത്ത് നിർത്തുകയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അന്യന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വഖഫിന് നിലവിൽ അധികാരമില്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായി ഇതിൽ പറയാനുള്ളൊരു കാര്യം, മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവും അല്ലെങ്കിൽ മുനമ്പം വിഷയവും ഈ വഖഫ് അമെൻമെന്റ് ആക്ടും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ദുരുദ്ദേശപരമാണ്. കാരണം മുനമ്പം വഖഫാണോ അല്ലയോ എന്ന കാര്യം ഗവൺമെന്റ്, കോടതികൾ, അതുപോലെ തന്നെ അതിന്റെ രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇതേവരെ ചർച്ച ചെയ്തതാണ്. ഗവൺമെന്റിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമാണ്. എന്നാൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടല്ല വഖഫ് അമെൻമെന്റ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ചർച്ച കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ അതിന്റെ സെഷൻ അവസാനിക്കുന്ന സമയത്ത് ഒരു BJP മെമ്പർ വഖഫ് നിയമം ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയണം എന്ന് പ്രസംഗിക്കുകയും ഈ ഗവൺമെന്റ് വന്ന ഉടനെ അതിനുവേണ്ട സംവിധാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മുനമ്പം വിഷയവുമായി ഇതിന് ബന്ധമില്ല. ഇതിനെ ബന്ധപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രേരിതവും സൗഹൃദം തകർക്കുന്ന രീതിയിലുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ യുവതിയെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്ന് യുവതിയുടെ മൊഴി. തസ്ലീന സുൽത്താനയാണ് എക്സൈസിന് ഈ മൊഴി നൽകിയത്. ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് കിട്ടിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഉണ്ടാവും. ആരുടെ പ്രതികളുടെ പേര്? ഒരാളുടെ പേരുണ്ടോ? അല്ല, അത് ഈ മൊബൈല് ഫോറൻസിക്കിന് കൊടുത്താൽ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അക്കൗണ്ട് ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും ഉണ്ട്. അത് എടുത്താലേ നമുക്ക് അറിയാൻ പറ്റൂ. തസ്ലീമ സുൽത്താൻ എന്നാണ് ഇവരുടെ പേരും. ഫിറോസ് മണ്ണഞ്ചേരി, ആലപ്പുഴ മണ്ണഞ്ചേരി. തസ്ലീമ സുൽത്താന 41. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, നിലവിൽ എക്സൈസിന് എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പിടികൂടിയ യുവതിയും സിനിമാ മേഖലയിലുള്ള ആളുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കിട്ടിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഇവർക്ക് കൃത്യമായി ചെന്നൈ, ഒപ്പം തന്നെ എറണാകുളം കേന്ദ്രീകരിച്ച സിനിമാ മേഖലയുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ ഇവരെ പിടിച്ച ഘട്ടത്തിൽ, അതായത് മഞ്ജുഷ്, ഇന്നലെ രാത്രി 10:30 കൂടിയാണ് ഇവരെ ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നും റിസോർട്ടിൽ നിന്ന് പിടികൂടുന്നത്. ആ പിടികൂടുന്ന ഘട്ടം മുതൽ നമ്മൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇവർ സിനിമാ മേഖലയുമായുള്ള ബന്ധം എക്സൈസിനോട് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ, നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ അവരുടെ അത് ഔദ്യോഗികമായി തന്നെ എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ രേഖകൾ, അതായത് പണം കൈമാറ്റം ചെയ്തതിന്റെ ട്രാൻസാക്ഷൻ രേഖകൾ അടക്കം ലഭ്യമായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള കോൺടാക്ട്സിന്റെ ചാറ്റ് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് എക്സൈസ് പറയുന്നത്. ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി എന്നിവരുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ ആലപ്പുഴയിൽ എത്തിച്ചത് 3 കിലോ കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ്. അത് 2 കോടി രൂപ വിലമതിക്കുന്ന MDMA വിലയുള്ള, 1 ഗ്രാമിന് 10,000 രൂപയേക്കാൾ വിലയുള്ള കഞ്ചാവാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് വിദേശത്ത് നിന്നാണ് എത്തിച്ചിട്ടുള്ളത്. അതായത് വിദേശ റാക്കറ്റുമായി കൃത്യമായ ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. ബാംഗ്ലൂർ എത്തിച്ചു, ഒപ്പം തന്നെ എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക്, എറണാകുളത്തെ വിതരണവും ഒപ്പം തന്നെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കും കൊണ്ടുവന്ന ആളാണ് ഈ തസ്ലീമ സുൽത്താന എന്ന കണ്ണൂർ സ്വദേശിനി. ഇവർ കണ്ണൂരാണ് ജനിച്ചതെങ്കിലും ജനിച്ച് വളർന്നതെങ്കിലും പിന്നീട് ചെന്നൈയിലേക്ക് മാറുന്നു. എറണാകുളത്ത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഒരു സ്ഥാപനം ഇവർ തുടങ്ങിയിരുന്നു. ആ സ്ഥാപനത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഫോട്ടോഷൂട്ടിന് ക്ഷണിച്ച പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ ഇവർ 4ാം പ്രതി കൂടിയാണ്. അത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി ഉൾപ്പെടെ ബന്ധമുള്ള ആളാണ് ഈ തസ്ലീമ എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ പല ഉന്നതരുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് എക്സൈസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറഞ്ഞ 2 ആളുകൾ, ഇവരുടെ 2 പേരുടെയും ബന്ധം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം നടക്കും. കാരണം ആദ്യ ബണ്ടിൽ നൽകിയിട്ടുള്ളത് എറണാകുളത്താണ് എന്നുള്ളത് അവർ മൊഴിയായി നൽകിയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
കോഴിക്കോട് കേന്ദ്രീകരിച്ചും ഇവര് ഇത് വിതരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഓമനപ്പുഴയിൽ എത്തിയപ്പോഴും അവർ എത്തിയത് ഇത്തരത്തിൽ സ്ത്രീകളുമായി ഉള്ള സെക്സ് റാക്കറ്റുമൊക്കെയായി ബന്ധമുള്ള ഒരിടത്തേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ എറണാകുളത്ത് ഇവർ പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം എക്സൈസിന് രാവിലെ നടത്തിയ ചില റെയ്ഡുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ എക്സൈസ് നർക്കോട്ടിക് സെൽ CA മഹേഷ് നേതൃത്വമുള്ള സംഘം ഇവർക്ക് വേണ്ടിയുള്ള വല വിരിക്കുകയായിരുന്നു. അവര് രാത്രി 10:30 ഇവർ എത്തുന്നു. 11 മണിയോടുകൂടി നമ്മൾ ന്യൂസ് 8 അടക്കം അവിടെ എത്തുമ്പോൾ ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് എക്സൈസിന് ലഭ്യമായിരുന്നു. ഇവരുടെ കാറിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബ്ലാക്ക് ബാഗിൽ നിന്നാണ് ഈ 3 പാക്കറ്റുകളിലായുള്ള കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവുകൾക്ക് ലഭിച്ചത്. ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇവിടെ ലഭ്യമാകുന്ന കഞ്ചാവല്ല, അത് വിദേശത്ത് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രത്യേകം എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ ആണ് ഇത് വളർത്തുന്നത്. ഇതിന് നൽകുന്ന വളങ്ങൾ pH രാസ വളങ്ങൾ ഉൾപ്പെടെയുള്ള അത് കൃത്യമായി നിയന്ത്രിച്ച് ലഹരിയിൽ സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരി വർധന ഉള്ള ഒരു ഇനമാണിത്. വിദേശത്ത് ഇത് വിൽപ്പനയിൽ മലേഷ്യയും തായ്ലൻഡുമാണ് ഇതിന്റെ ഒരു പ്രധാന സോഴ്സ്. അവിടെ നിന്നാണ് ഇവിടേക്ക് ബാങ്കോക്ക് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. എക്സൈസ് സാധാരണ ഇത് കസ്റ്റംസ് ആണ് പിടികൂടാറുള്ളത്, കാരണം എയർപോർട്ടുകളിലാണ് ഇത് കൂടുതലായി കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പുറത്തേക്ക് ഒരു സ്ഥലത്ത് നിന്നും ഇത് ക്യാച്ച് ചെയ്യുന്നത് വളരെ വിരളമാണ്. അങ്ങനെ ഒരു വലിയ ക്യാച്ച് തന്നെയാണ് എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കുന്ന ഘട്ടത്തിലും അതിരൂക്ഷമായ ഗന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് അസഹ്യമാവുന്ന രീതിയിലുള്ള വലിയ ഗന്ധമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. രാത്രി 1 മണിയോടുകൂടിയാണ് ഈ പ്രൊസീജിയർ ഒക്കെ ഇവർ എക്സൈസ് സംഘം പൂർത്തീകരിച്ചത്. ഈ വന്ന തസ്ലീമയോടൊപ്പം തന്നെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഇവരുടെ മക്കളാണ്. ആ കുട്ടികളെ കൂടി മറയാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവര് ഇവിടേക്ക് വന്നത് എന്നുള്ളതാണ്. കുട്ടികളെ പിന്നീട് എക്സൈസ് അവർക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മൈനറായ കുട്ടികളാണ്, അവരെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ കൂടെ ഉണ്ടായിരുന്ന ഫിറോസ് എന്നയാൾ മണ്ണഞ്ചേരി സ്വദേശിയാണ്. അയാൾക്ക് ആലപ്പുഴ കണക്ഷൻ ഉണ്ട്, മണ്ണഞ്ചേരിക്കാരനാണ്. ഫിറോസ് ആണ് ഇവിടെയുള്ള മറ്റ് ഡീലിംഗ്സിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. ഇവിടുത്തെ സെക്സ് റാക്കറ്റുമായും ഇവർക്ക് ബന്ധമുണ്ടെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇവരെ പിടിക്കുമ്പോൾ പോലും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെയും നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഓരോ കാര്യങ്ങളും ഇവർ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺവാണിഭ കേസിന് ഉൾപ്പെടെ വളരെ നിസ്സാരമായി അവർ എക്സൈസിന് മുന്നിലേക്ക് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത്രയും ഒരു കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ട്. അതിന് ഇവർക്ക് പിന്നിൽ നേരത്തെ എക്സൈസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് പിന്നിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. അത്തരമൊരു റാക്കറ്റിന്റെ ഒരു അറ്റത്ത് ഒരു കണ്ണി മാത്രമാണ് ഈ ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന. ഇവർ കണ്ണൂർ സ്വദേശിനിയാണ് എന്നുള്ളതാണ്. ഈ 3 കിലോ ആണ് ഇന്നലെ തൂക്കിയപ്പോൾ 3 കിലോ ഉണ്ടായിരുന്നു. ഇത് ഏകദേശം 2 കോടി രൂപയോളം വില മതിക്കും എന്നുള്ളതാണ് പറയുന്നത്. വിദേശത്ത് ഇത് നിയമം മൂലം നിരോധിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ലൂപ്പ് ഹോൾ, ഇവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് സാധാരണ കഞ്ചാവ് പിടിച്ചാലുള്ള നിയമം മാത്രമേ, മാത്രമല്ല നിയമപരമായ കുരുക്കുകൾ മാത്രമേ ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കുമ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു ഡോസിൽ വ്യത്യാസം വന്നാൽ പോലും മരണം വരെ സംഭവിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള അതീവ ലഹരി കലർന്ന ഒരു പദാർത്ഥമാണ്, ഒരു ഉൽപ്പന്നമാണ് ഈ ഹൈബ്രിഡ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലുള്ളവർക്ക് കഞ്ചാവ് കൈമാറിയിട്ടുണ്ട് എന്നാണ് പിടിയിലായ യുവതി പറയുന്നത്. താമരശ്ശേരിയിലെ ലഹരി മാഫിയ മയക്കുമരുന്ന് കടത്തിനായി ദുരുപയോഗം ചെയ്തതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. സൗഹൃദം കാണിച്ച് അടുത്ത ബന്ധം സ്ഥാപിച്ച ലഹരി ഡീലറായ ഷിജാസ് തടവിലാക്കി ലഹരിക്കടത്തിന് ഉപയോഗിച്ചുവെന്നാണ് യുവതി ന്യൂസ് 18നോട് പറഞ്ഞത്. ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ ലഹരി മാഫിയയുടെ കെണിയിലുണ്ടെന്നും യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. സൗഹൃദം ഭാവിച്ചാണ് ഷിജാസ് തന്നോട് അടുത്തത്. പിന്നീട് ഭീഷണിപ്പെടുത്തി ലഹരിക്കടത്തിനായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. വാഹനത്തിൽ സ്ത്രീകളുണ്ടെങ്കിൽ പോലീസ് വാഹനങ്ങൾ പരിശോധിക്കില്ലെന്ന ആനുകൂല്യം മുതലെടുത്തായിരുന്നു ലഹരിക്കടത്ത്. മെയിനായിട്ട് അയാൾ ഇന്നെ യൂസ് ചെയ്ത ഒരു ലേഡി ഉണ്ട് എങ്കിൽ അയാൾക്ക് സേഫായിട്ട് ഇത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണെന്ന എൻ്റെ ഒരു തോന്നല്. കാരണം രാത്രി കാലങ്ങളിൽ അയാളെ യാത്രകളിൽ വണ്ടിയിൽ എന്നെയും കൊണ്ടുപോവുക, എന്നാലൊരു ഫാമിലി പോകുന്ന മാതിരിയാണ്. പോലീസിന്റെ മുന്നിലൊക്കെ ആണെങ്കിലും ഫാമിലി പോകുന്ന അതേമാതിരി വാടകയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് റെന്റിന് വീടെടുക്കുകയും അവിടെയൊക്കെ ഒരു ഫാമിലി രൂപത്തിലാണ് താമസം ഉണ്ടായിരുന്നത്. താമരശ്ശേരി അമ്പായത്തോട് ചുരം 4-ാം വളവ് മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കൈമാറ്റം. പലപ്പോഴും ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു, പുറത്തു പോകാതിരിക്കാൻ വസ്ത്രങ്ങൾ മാറ്റിയിട്ടു, കൈയും കാലും കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ചതായും യുവതി വെളിപ്പെടുത്തി. ഡോറ് ലോക്ക് ചെയ്ത് പോകും, ഒരു ഡോഗും ഉണ്ടാവും. പിന്നെ അതിനെ കവർ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഏത് രീതിയിലാണ് ഞാൻ പുറത്തിറങ്ങുക. അല്ലെങ്കിൽ ഇൻകേസ് ഓന് എന്റെ ഡ്രസ്സ് പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് കെട്ടിയിടല് തുടങ്ങിയത്. കെട്ടിയിടുകയും ചെയ്യും, എന്റെ ഡ്രസ്സും ഉണ്ടാവില്ല. ഡ്രസ്സ് ഓന്റെ വണ്ടിന്റെ ഡിക്കിയിലേക്ക് മാറ്റിയിടും. ലഹരിക്കടത്തിന്
നിരവധി സ്ത്രീകളെയും കുട്ടികളെയും ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്കറിയാം. പോലീസ് ആവശ്യപ്പെട്ടാൽ തെളിവുകൾ കൈമാറും. പല സ്ത്രീകളും എന്റെ കീഴിലുണ്ട്, അതെനിക്കറിയാം. പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ അടിവാരം സ്വദേശത്ത് തന്നെയുള്ള പല സ്ത്രീകളും ഉണ്ട്. താമരശ്ശേരി മേഖലയിലെ ലഹരി കച്ചവടത്തിലെ പ്രധാന ഇടപാടുകാരനായ ഷിജാസിനെ ജനുവരി 25-ന് 113 ഗ്രാം MDMA-യുമായി താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. ഈങ്ങാപ്പുഴ ഷിബില വധക്കേസിലെ പ്രതിയായ യാസിറും ഷിജാസും അടുത്ത സുഹൃത്തുക്കളുമാണ്. MS അനീഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. അനിശ്ചിതകാല സമരം തുടരുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ വീണ്ടും ചർച്ച നടത്തും. വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ മറ്റ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചതായാണ് വിവരം. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചത്. അനിശ്ചിതകാല സമരം 52 ദിവസം പിന്നിടുമ്പോൾ ഇത് 3ാം തവണയാണ് സർക്കാരിന്റെ അനുനയ നീക്കം. ആരോഗ്യമന്ത്രിയുടെ ക്ഷണം സ്വാഗതം ചെയ്യുന്നതായും മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ച് രേഖാമൂലം ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. സമരം തീരുന്നത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു. സമരസമിതിയുമായി വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി ചർച്ച ചെയ്ത് സമരസമിതിക്ക് കൂടിയാലോചിച്ച് ആ തീരുമാനങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അംഗീകരിച്ച് അതൊരു ഉറപ്പായിട്ട് ലഭിക്കണം. അത് കേവലം ചർച്ച ചെയ്തു പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. അതേസമയം ആശമാരുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ദുരഭിമാനം മൂലമാണെന്നായിരുന്നു സമരപന്തൽ സന്ദർശിച്ച ശേഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. മുഖ്യമന്ത്രി വലിയ ക്രൂരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ക്രൂരമായ നിലപാട് എന്തിനാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനിടെ 8 ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന ആശാപ്രവർത്തകയായ അനിതാകുമാരിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. വിവാദം തുടരുന്നതിനിടെ റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങി. വെട്ടിമാറ്റുന്നതിന് മുൻപ് സിനിമ കാണാൻ സാധിക്കാത്തതിന്റെ വിഷമം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയവർക്കുണ്ട്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും സിനിമ കാണണമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആഹ്വാനം ചെയ്തു. മലയാളത്തിൽ ഒരു സിനിമയും ഇന്നുവരെ കാണാത്ത അസാധാരണ നീക്കങ്ങൾക്കൊടുവിൽ വെട്ടിയൊതുക്കിയ എമ്പുരാൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങി. ഇന്നലെ വൈകിട്ടോടെ എഡിറ്റ് പൂർത്തിയാക്കിയ ചിത്രം രാത്രി മുതലാണ് തിയേറ്ററുകളിലെ സെർവറുകളിലേക്ക് എത്തിയത്. രാത്രി തന്നെ ഡൗൺലോഡിംഗ് പൂർത്തിയാക്കിയ തിയേറ്ററുകൾ ഇന്നത്തെ ആദ്യ ഷോ മുതൽ പുതിയ പതിപ്പ് പ്രദർശിപ്പിച്ചു. തിരുവനന്തപുരം ആർടെക് ഇന്നലെ അവസാന ഷോയ്ക്കു തന്നെ പ്രദർശനം നടന്നു. വെട്ടുന്നതിന് മുൻപ് സിനിമ കാണാൻ പരമാവധി ശ്രമിച്ചുവെന്നും ടിക്കറ്റ് ലഭിക്കാതെ എഡിറ്റ് ചെയ്ത പതിപ്പ് കാണേണ്ടി വന്നതിൽ നിരാശയും തിയേറ്ററിലെത്തിയവർക്കുണ്ടായി. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗിൽ ഇന്ന് നേരിയ കുറവ് കാണുന്നുണ്ട്. എന്നാൽ അത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. എമ്പുരാൻ സിനിമ കാണുന്നത് BJPക്കെതിരായ പ്രതിഷേധമെന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും സിനിമ കാണണമെന്നും ആഹ്വാനം. സിനിമയിലെ റീ എഡിറ്റ് ചിത്രത്തിന്റെ കളക്ഷനെ ബാധിക്കുമോ എന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അറിയാം. നിലവിൽ പല തിയേറ്റർ റെക്കോർഡുകളും ഭേദിച്ചാണ് എമ്പുരാന്റെ കുതിപ്പ്. ന്യൂസ് 18 കൊച്ചി. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിനെതിരായ കേന്ദ്ര നീക്കത്തെ പ്രതിരോധിക്കാൻ പാർട്ടി കോൺഗ്രസിലെ പ്രമേയം ആഹ്വാനം ചെയ്യുന്നു. ജനാധിപത്യ മതേതര ബദൽ കെട്ടിപ്പടുക്കുന്നതിനൊപ്പം BJP ചെറുക്കാൻ CPM-ഉം പാർട്ടി എന്ന നിലയിൽ കൂടുതൽ ശക്തിപ്പെടണം. വലിയ അടിത്തറയുണ്ടായിരുന്ന വടക്കേ ഇന്ത്യയിലടക്കം CPM ഇപ്പോൾ തകർച്ചയിലാണ്. കരട് സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും പോലെ CPM കേരളത്തിൽ മാത്രം ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി മാറുന്നു. ത്രിപുരയും ബംഗാളും ഒക്കെ പിന്നിൽ പോയ ശേഷം അവിടെ നിന്ന് കരകയറാൻ കഴിയാത്തൊരവസ്ഥ CPM-നുണ്ട്. അത് മാറ്റിയെടുക്കണം. പാർട്ടി ശക്തിപ്പെട്ടാൽ മാത്രമേ അതിന് സാധ്യമാകൂ എന്നാണ്. അല്ലെങ്കിൽ ഈ BJP ചെറുക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു മതേതര കക്ഷികളുമായുള്ള യോജിച്ച പോരാട്ടത്തിന് അപ്പുറത്തേക്ക് പാർട്ടിയെ തന്നെ ശക്തിപ്പെടുത്തണമെന്നാണ് പ്രധാനമായും CPM ഈ സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. A more complex question arises of how to fight the BJP RSS combined effectively so as to isolate them and reverse the rightward shift.
As Marxists, we know that no political domination that is exercised today by the Hindutva forces is through electoral means alone. This is a dominance acquired through the influence of the Hindutva forces that they exercise in the ideological, cultural, and social spheres. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിലും ഈ CPM എന്താണ് പാർട്ടിക്ക് സംഭവിച്ചത്, പാർട്ടിക്ക് അടിസ്ഥാന വർഗത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, യുവാക്കളെ ആകർഷിക്കാൻ DYFIക്ക് കഴിയുന്നില്ലെന്ന വിമർശനമുണ്ട്, പാർട്ടിയിൽ നിന്ന് സാധാരണക്കാർ അകന്നു പോകുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ സംഘടനയെ മാത്രമാണ് സംഘടനാ റിപ്പോർട്ട് അഭിനന്ദിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് BJPയെ ചേർത്ത് നിൽക്കാൻ ഉള്ള ശക്തി പാർട്ടിക്കുള്ളതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കരട് രാഷ്ട്രീയപരമായി അടുത്ത 3 വർഷം എങ്ങനെയാകും CPMന്റെ അടവ് നയം, മറ്റു പാർട്ടികളോട് ഉള്ള സമീപനം എന്താകണം, തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ എങ്ങനെ വേണമെന്നടക്കം വ്യക്തമാക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയവും പൊളിറ്റിക്കൽ റിവ്യൂ റിപ്പോർട്ടും CPM ഇന്ന് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും. പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ആ രേഖകൾ അവതരിപ്പിക്കുക. അതിൽ വിശദ ചർച്ച 2 ദിവസം നടക്കും. 4-ാം തീയതിയാണ് സംഘടനാ റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസിൽ വരുന്നത്. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് PB അംഗം BV രാഘവലുവാണ്. ഒരുപക്ഷെ അടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തിന്റെ പേര് സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നു. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് രാഘവലു തന്നെ ജനറൽ സെക്രട്ടറി ആയാലും അത്ഭുതപ്പെടാനില്ല. MA ബേബി അടക്കമുള്ളവരുടെ പേര് ഇപ്പോഴും സജീവമായി തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. ഏതായാലും വലിയൊരു നേതൃനിര ഒഴിയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണിത്. ബൃന്ദാ കാരാട്ടും പ്രകാശ് കാരാട്ടും സൂര്യകാന്ത് മിശ്രയും അടക്കമുള്ള സുഭാഷ് ടിയർ അടക്കമുള്ള വലിയ നേതൃനിര മാറി നിൽക്കും. ഇളവ് 75 വയസ്സ് കഴിഞ്ഞവരിൽ ഇളവ് പിണറായി വിജയന് മാത്രമാകും, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാകും ഒരുപക്ഷെ നൽകുക. അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമായോ അല്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവായോ നിലനിൽക്കും. ബാക്കിയുള്ള 75 വയസ്സ് പിന്നിട്ടവരെയൊക്കെ ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പിണറായി വിജയൻ ഒരുമിച്ച് പങ്കെടുത്ത സെമിനാറും ഇവിടെ നടക്കുന്നുണ്ട്. വലിയ ആവേശത്തോടു കൂടിയാണ് മധുര പാർട്ടി കോൺഗ്രസിന് CPM തുടക്കം കുറിക്കുന്നത്. വളരെ നിർണായകമായ CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറി യെച്ചൂരിയുടെ പകരക്കാരനെ കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വളരെ വലിയ മാനങ്ങളുള്ള ഒരു പാർട്ടി കോൺഗ്രസാണ് മധുരയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അശ്വതി പിള്ള ചേരും.